ആസ്വാദനയുടെ പ്രയാണങ്ങളിൽ
കുടുങ്ങിയ മലയാളത്തിന്റെ പാടപ്പാടിയ കമ്പനിയുടെ സൈന്യത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഈ പവിത്ര സത്യഭൂമിയിൽ നിർമ്മിക്കാൻ സമർപ്പണത്തിന്റെ ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപ സമർപ്പണ അല്പസമയത്തിനുള്ളിൽ വേദിയിൽ നിർവഹിക്കുന്നു. ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള സൗകര്യം ഭക്തജനങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിത്രയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള സൗകര്യം ഭക്തജനങ്ങൾ ഒരുക്കി കൊടുക്കാൻ അറിയിക്കുന്നു. മൂകമുരുകുന്ന നീലരാമത്തിലെ നടക്കിൽ വർണ്ണങ്ങളാക്കും നാടിനും നവരാത്രി ആഘോഷിച്ചു വരുന്ന ഈ മംഗളവേളയിൽ നമ്മുടെ കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിലും ഒക്ടോബർ 13 വരെ വിവിധ കലാപരിപാടികളുടെ ഭക്തിനിർഭരമായ അന്തരീക്ഷം കമ്പല്ലൂരമ്മയുടെ തിരുസന്നിധിയിൽ വല്യാർ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപ സമർപ്പണ വേദിയിലേക്ക് മലയാളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സരസ്വതി മണ്ഡപ സമർപ്പണം ഈ ധന്യമായ വേദിയിൽ എല്ലാ ഭക്തമാനസങ്ങളെയും ആദരവോടെ ഈ സമർപ്പണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കലയുടെയും ധനത്തിന്റെയും കർമ്മത്തിന്റെയും അധിഷ്ഠാന ദേവതയെ യഥാവിധി പൂജിച്ചാരാധിച്ച് ജീവിത വിജയം കൈവരിക്കുവാനുള്ള സുവർണാവസരമാണ് ഓരോ നവരാത്രി കാലം. സകലാഭയ വരദായിനിയായ ശ്രീ കമ്പല്ലൂർ ഭഗവതിയുടെ ചൈതന്യഭാവത്തിന്റെ ഉത്തുംഗ ശൈലത്തിൽ നിന്നും ആരംഭഹീനരുടെ കനലെരിയുന്ന നഗതാരിലേക്ക് ആശ്വാസത്തിന്റെ അമൃതം പകരുന്ന പുണ്യസന്നിധിയായ കമ്പല്ലൂരമ്മയുടെ തിരുസവിധത്തിലേക്ക് ഒക്ടോബർ 13 വരെ നീളുന്ന നവരാത്രി മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് വല്യാർ കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സരസ്വതി മണ്ഡപ സമർപ്പണത്തിന് മലയാളത്തിന് വാനമ്പാടി പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്ര അവர்கள் എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഈ സരസ്വതി മണ്ഡപത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. മംഗളവേളയിൽ സകലജന പൂജിതയായ ആവിർഭവിച്ചു മറഞ്ഞു പോകുന്ന സകലജഗത്തിന്റെ ആധാരമൂർത്തിയായ ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണിയായ കമ്പല്ലൂരമ്മയുടെ തിരുസവിധത്തിൽ നടന്നു വരുന്ന നവരാത്രി മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് വല്യാർ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സരസ്വതി മണ്ഡപ സമർപ്പണ ചടങ്ങുകളെ ആരംഭിക്കുകയാണ്. ക്ഷേത്രം മേൽശാന്തി ശ്രീ അട്ടോളിയിലത്ത് ഗോവിന്ദൻ നമ്പൂതിരി അവர்கள் ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കല്യാണം ആയുരാരോഗ്യവർദ്ധനം
ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതി എന്നതാണ്. ദീപദാനം കൃതമേന കാർത്തികേ കേശവാകൃത താപവർജന്തി പാപാനി രഹസ്മി മുനി സത്തമ എന്നാണ് ദീപത്തെക്കുറിച്ച് പത്മപുരാണങ്ങളിൽ പറഞ്ഞത്. നിഷ്കളങ്ക ഭക്തിയുടെ നിറദീപത്തിന് മാത്രമേ അന്തരിക ശ്രീകോവിലേക്ക് പരമപ്രകാശത്തെ അനയിക്കാൻ കഴിയുന്ന അമിത സന്ദേശം ഉണർത്തിക്കൊണ്ട് ക്ഷേത്രം മേൽശാന്തി പ്രവർത്തന വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ സരസ്വതി മണ്ഡപത്തിൽ ദീപം തെളിയിച്ചു. ഭക്തജനങ്ങളൊക്കെ അവിടെ ഇരുന്ന് സഹകരിക്കാൻ അറിയിക്കുകയാണ്. സരസ്വതി മണ്ഡപ സമർപ്പണ ചടങ്ങ് എല്ലാവർക്കും നല്ല രീതിയിൽ കാണുവാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ കൂടിയ നമ്മൾ ഓരോരുത്തർ തന്നെയാണ് ഒരുക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കമ്പല്ലൂരമ്മയെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന ലോക പ്രസിദ്ധ ഗായിക ആണ് നമ്മുടെ മുമ്പിൽ നിന്ന് കൂടിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെയും ചിത്രമ്മയുടെയും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രം. കോട്ടയിൽ തറവാട് അവരുടെ കാരുണ്യത്തെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് നമ്മുടെ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം ആദ്യകാലത്ത് ഉണ്ടായത്. അത് പിന്നീട് NSSന് കൈമാറുകയും പിന്നീട് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയും ഇപ്പോൾ ഏകദേശം 45 വർഷത്തിൽ മേലെയായി ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട്. എന്നെ സംബന്ധിച്ചോളം ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് ദാസേട്ടന്റെ 60ാം പിറന്നാളോടുകൂടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദാസേട്ടന്റെ ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടി നമ്മളെല്ലാം അറിയപ്പെടുന്ന ഗായകൻ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ 24 വർഷമായി അവിടെ സംഗീതാർച്ചന ദാസേട്ടന്റെ ജന്മദിനത്തിന് മാഷ് പാടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലും ലോകത്തിലും എങ്ങോട്ടുമുള്ള ഗായകരും സംഗീതജ്ഞന്മാരും ആരാധകരെല്ലാം വന്ന് ഭക്തജനങ്ങളെല്ലാം വന്ന് അത് ഇന്നും 24 വർഷമായിട്ട് തുടരുന്നു. അതിൻ്റെ സംഘാടകത്തിൽ ചെയർമാനായി ഞാൻ ഇന്നും അത് നിലനിന്നു പോകുന്നു. അവിടുന്ന് തുടങ്ങിയതാണ് 11 വർഷമായി കമ്പല്ലൂർ ദേവീക്ഷേത്രത്തിൽ സംഗീതാർച്ചന തുടങ്ങിയിട്ട് ഇത് 12ാമത്തെ വർഷം. അവിടുന്ന് പരിചയപ്പെട്ട കലാകാരികളെയും എല്ലാവരും പരിചയപ്പെട്ട് ആദ്യത്തെ വർഷം ഞാനും സത്യനും സജീവൻ വൈദ്യരെല്ലാം തുടങ്ങി വെച്ച ഒരു നവരാത്രി സംഗീത ഉത്സവമാണ് ഇന്ന് 12ാമത്തെ വർഷം ഇവിടെ ഈ നവരാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾക്ക് ഈ തുടങ്ങുന്ന കാലത്തെല്ലാം സരസ്വതി മണ്ഡപം ഒരു താൽക്കാലിക സരസ്വതി മണ്ഡപമായിരുന്നു. നവീകരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നടയിൽ സ്വർണ്ണ പ്രശ്നം വെച്ചത് അതിൽ തെളിഞ്ഞത് അമ്മയ്ക്ക് ഉത്സവം പോലെ അതിഗംഭീരമായിട്ട് വേണ്ടത് നവരാത്രി ആഘോഷമാണ്. 9 ദിവസവും നവരാത്രി ആഘോഷം. അങ്ങനെ ആ പ്രശ്ന ചിന്തയിൽ കണ്ടത് പ്രകാരം ഈ പ്രദേശത്തുള്ള ക്ഷേത്രത്തിന്റെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച കുറേ പേര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. കോട്ടയിൽ തറവാട്ടിൽ ഉൾപ്പെടെ ആൾക്കാരോടെ ഞാൻ ഈ കാര്യങ്ങൾ സമീപിച്ചിരുന്നു. ഒരു ക്ഷേത്രത്തിൽ സരസ്വതി മണ്ഡപം നിർമ്മിച്ചു തരാമോ? 6-7 കുടുംബത്തോട് സംസാരിച്ചപ്പോൾ
വല്യാറിയിൽ കുടുംബ അംഗങ്ങളാണ് ആദ്യമായിട്ട് ഞങ്ങൾ അത് നിർമ്മിച്ചു തരാമെന്ന് സമ്മതിച്ചത്. സന്തോഷ് ചൈതന്യ കമ്പല്ലൂർ അവരുകൾ ഇനി ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഒരു മുഖവരുടെ ആവശ്യം ഏതുമില്ല. നമ്മുടെ സരസ്വതി മണ്ഡപ സമർപ്പണത്തിന് നേതൃത്വം വഹിക്കുന്ന വല്യാർ കുടുംബത്തിന്റെ ഒരംഗമായ അതിനായി ശ്രീ പത്മനാഭൻ പി.വി. അവരുകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. കമ്പല്ലൂർ അമ്മേ ശരണം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, സംഗീതപ്രേമികളെ, ഏറെ കാലത്തെ ഒരു സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത്. ഈ മഹനീയ വേദിയിൽ വലിയൊരു പ്രസംഗം നടത്തുന്നതിൻ്റെ ഔന്നിത്യത്വം ഉൾക്കൊള്ളുന്നു. കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം കുടുംബസമേതം ആസ്വദിക്കുന്നവരാണ് ഈ കുടുംബ സംഗീത രംഗങ്ങളിലുള്ള പ്രതിഭകൾ തെളിയിച്ച നിരവധി കലാകാരന്മാർ ജനിച്ചു വളർന്ന നാടാണ് കമ്പല്ലൂർ. വിദ്യാവിലാസിനിയായ മൂകാംബികയ്ക്ക് സമാനമായി കലയുടെ ദേവതയാണ് കമ്പല്ലൂർ എന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. കലയോടുള്ള ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി ഞങ്ങളെ സമീപിച്ച സന്തോഷ് ചൈതന്യയാണ് കമ്പല്ലൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ കലാപ്രതിഭകൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനും ഉള്ള നിർദ്ദേശം വെക്കുന്നതിന് ഒരു സരസ്വതി മണ്ഡപം നിർമ്മിക്കണമെന്ന നിർദ്ദേശം വെച്ചതും അതിനായി പ്രേരിപ്പിച്ചതും. ഏറെ വിഷമങ്ങൾ നേരിട്ടാണ് സരസ്വതി മണ്ഡപം യാഥാർത്ഥ്യമാവുന്നത്. സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിനും നാടിനും സമർപ്പിക്കുന്നത് കേരളം ഇന്ത്യക്ക് നൽകിയ മലയാളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ KS ചിത്രയാണ്. നമ്മുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ വാനമ്പാടിയുടെ മൊഴികളും മധുര സ്വപ്നങ്ങളും കേൾക്കുവാൻ എത്തിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്നേഹാഭിവാദ്യം അർപ്പിക്കുന്നു. ഡോക്ടർ KS ചിത്രയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് പരിശ്രമിച്ച ചൈതന്യ സന്തോഷ്, മറ്റു സഹായങ്ങൾ ചെയ്തു തന്ന MV രാഘവൻ മാസ്റ്റർ, നിർമ്മാണത്തിന് ഓരോ ഘട്ടത്തിലും സഹകരണങ്ങൾ നൽകിയ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ക്ഷേത്രം തന്ത്രി കാളകാട്ടിരുന്ന നാരായണത്തിന് മുമ്പ് അട്ടോളിയിലെത്ത് ഗോവിന്ദൻ നമ്പൂതിരി തുടങ്ങിയവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നന്ദി വീർന്നും സ്വീകരിച്ചുകൊണ്ട് സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നതിന് നമ്മുടെ വാനമ്പാടി ഡോക്ടർ KS ചിത്ര അവരുടെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 1979 മഹാനായ സംഗീത സംവിധായകൻ ശ്രീ MG രാധാകൃഷ്ണൻ സിനിമാ ഗാനത്തിന്റെ തട്ടകത്തിലേക്ക് വാത്സല്യപൂർവ്വം കൈപിടിച്ച് കയറ്റിയത് മുതൽ ഈ ദിവസം വരെ, ഈ നിമിഷം വരെ ശ്രീമതി KS ചിത്രയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അവർ കൈയടക്കിയ അവാർഡുകളും ചവിട്ടിക്കയറിയ സോപാനങ്ങളും എണ്ണിയായി തീരുന്നതുമല്ല. തമിഴകത്തിന്റെ ചിന്നക്കുയിൽ, തെലങ്കാനയുടെ സംഗീത സരസ്വതി, കർണാടകത്തിന്റെ ഗാനകോകില, മുംബൈയുടെ പിയ വസന്തി, പ്രശംസകളുടെ പ്രവാഹം അനവരതം ഒഴുകിയെത്തുകയാണ് ശ്രീമതി ചിത്രയിലേക്ക്, മലയാളത്തിന്റെ വാനമ്പാടിയിലേക്ക്. 4 പതിറ്റാണ്ടുകൾ ഭാരതത്തിന്റെ മിക്ക ഭാഷകളെയും തന്റെ പുഷ്കല കണ്ടനാളം കൊണ്ട് അനുഗ്രഹിച്ച ഈ ഭാവഗായിക ഉറുദുവിലും ലാറ്റിനിലും അറബിയിലും സിംഹളയിലും ആംഗലേയത്തിലും എല്ലാം തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് 30,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. ഇനിയും ആ അനുഗ്രഹീത കണ്ഠനാളം കൊണ്ട് അനേകം ഗാനങ്ങൾ നമുക്കായി ആലപിക്കാൻ ചിത്രയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ കമ്പല്ലൂരമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സരസ്വതി മണ്ഡപ സമർപ്പണം നിർവഹിക്കാൻ വളരെ ആദരവോടെ മലയാളത്തിന്റെ വാനമ്പാടി പ്രശസ്ത ഗായിക പത്മഭൂഷൺ ഡോക്ടർ KS ചിത്ര അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു.
വല്യാറ് കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപ സമർപ്പണം പത്മഭൂഷൺ വാക്കുന്ന KS ചിത്ര അവരുകൾ നിർവഹിച്ചു വരുന്നു. ശ്രീ കമ്പല്ലൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഈ ഒരു നവരാത്രിയുടെ വേളയിൽ തന്നെ വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. 11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ നടക്കുന്ന ഈ ഒരു സന്നിധി, ഒരു സരസ്വതി മണ്ഡപം തീർച്ചയായിട്ടും വളരെ വേണ്ട ഒരു കാര്യം തന്നെയാണ്. വല്യാറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഈ സരസ്വതി മണ്ഡപം ഏറെ സന്തോഷത്തോടെയും ഒരുപാട് പ്രാർത്ഥനയോടെയും ഞാൻ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു, പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്നു. ഈ സരസ്വതി മണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഒരുപാട് നല്ല കലാകാരന്മാര് ഈ ഒരു ഇവിടെ നിന്നും വളർന്നു വരാൻ ഉള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഭാരവാഹിയോട് എല്ലാവരോടും, അതും സന്തോഷ് ചൈതന്യയോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ദേവിയുടെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം എൻ്റെ ഒന്നൊരു പ്രസംഗമൊന്നും അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നറിയാം. അപ്പൊ ഞാനൊരു ഭക്തിഗാനം, അമ്മയുടെ പേരിലൊരു ഭക്തിഗാനം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. കലകൾക്കും അമ്മ, ശിലകൾക്കും അമ്മ, കാടിനും നാടിനും അമ്മ. നമ്മൾ കണ്ട ദൈവമാണമ്മ, കണ്ട ദൈവമാണമ്മ. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. നക്ഷത്രദീപങ്ങൾ മിന്നുന്നോരാകാശം മുത്തുക്കുടയാക്കുമമ്മേ. നക്ഷത്രദീപങ്ങൾ മിന്നുന്നോരാകാശം മുത്തുക്കുടയാക്കുമമ്മേ. പയ്യാമ്പലത്തെ കടലിൽ തൃക്കാൽ പൂമ്പൊടി കഴുകുന്നൊരമ്മേ. വേദങ്ങൾക്കമ്മ, വേദാന്ത തത്വങ്ങൾക്കമ്മ. വേറെയുണ്ടോ ഞങ്ങൾക്കമ്മ? അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. പൂജാമണികൾ മുഴങ്ങുമീ നാടിന്റെ പൂമുഖശ്രീയായൊരമ്മേ. പൂജാമണികൾ മുഴങ്ങുമീ നാടിന്റെ പൂമുഖശ്രീയായൊരമ്മേ. അഖില ചരാചരം സൃഷ്ടിച്ചോരമ്മേ, അമൃതം വിളങ്ങുന്നൊരമ്മേ. സത്തിനുമമ്മ, ചിത്തിനുമമ്മ, നീ സച്ചിദാനന്ദങ്ങൾക്കമ്മ. സത്യം പുലർത്തുന്നൊരമ്മ, അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. കലകൾക്കും അമ്മ, ശിലകൾക്കും അമ്മ, കാടിനും നാടിനും അമ്മ. നമ്മൾ കണ്ട ദൈവമാണമ്മ, കണ്ട ദൈവമാണമ്മ. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ.
അതുപോലെ തന്നെ ആശംസ നേർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ആദരണീയനായ ശ്രീ പി ശശികുമാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിക്കുക. വളരെ വളരെ സന്തോഷപൂർവമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച മുഴുവൻ ഭക്തജനങ്ങളെയും കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ പേരിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ കമ്പല്ലൂർ ദേശവാസികളുടെ കലയും സംസ്കാരവും ഉയർന്നു വരുവാൻ വേണ്ടി